നമസ്തേ. ശ്രീ വിശ്വനാഥൻ ഗുരുകുലം മായങ്കാവ് ദേവസ്ഥാന കളരി അദ്ദേഹം രചിച്ച ശ്രീമദ് വിഷ്ണുമായ പുണ്യപുരാണം എന്ന ഗ്രന്ഥത്തിലെ അധ്യായം 2 ശ്രീ വിഷ്ണുമായുടെ മഹിഷി മർദ്ദനത്തിൻ്റെ തുടർഭാഗം കേൾക്കുക. അങ്ങനെ തൻ്റെ മോക്ഷലബ്ധിക്കായി ഭഗവാൻ വിഷ്ണുമായയെ ഭജിക്കുകയും രാമദേവന്റെ വരവിന് കാത്തു വനാന്തരങ്ങളിൽ ഏകയായി അലഞ്ഞു. മഹിഷി മാതംഗ മുനിയുടെ ആശ്രമത്തിൽ ചെന്നെത്തി. കാട്ടാള വേഷധാരിയായി മാറിയ മഹിഷിയെ ആശ്രമവാസികൾ സ്വീകരിക്കില്ല എന്ന് സ്വയം മനസ്സിലാക്കിയ മഹിഷി ആദ്യം ആശ്രമ പരിസരമെല്ലാം നല്ല പോലെ വൃത്തിയാക്കിയിട്ട് അവിടെ നിന്നും മറഞ്ഞു. പിറ്റേന്നാൾ വീണ്ടും ആശ്രമത്തിൽ ചെന്നു. ആശ്രമത്തിലെ കുറവുകൾ മനസ്സിലാക്കിയ മഹിഷി ഇത്തവണ വിറക് കെട്ടുകളുമായാണ് അവിടെ എത്തിയത്. പിറ്റേന്നാൾ പുഷ്പങ്ങളും ഫലമൂലാദികളും ശേഖരിച്ച് ആശ്രമത്തിൽ കൊണ്ടെത്തിച്ചു. നിത്യേനെ കൃത്യനിഷ്ഠയോടെ എല്ലാ കർമ്മങ്ങളും വൃത്തിയായി ചെയ്തു തീർക്കുന്നതാരെന്നറിയുവാൻ ആശ്രമവാസികൾക്ക് ആകാംക്ഷയായി. അങ്ങനെ അവരുടെ കുറച്ചു നാളത്തെ പരിശ്രമത്തിനൊടുവിൽ ഒരു നാൾ മഹിഷിയെ കയ്യോടെ പിടികൂടി. കാട്ടാള സ്ത്രീയായ ഇവൾക്ക് ഇത്രയും ധൈര്യമോ? ഇവളുടെ തല മുണ്ടനം ചെയ്ത് നാടുകടത്തണം. ഇതെല്ലാം കണ്ടും കേട്ടുകൊണ്ടിരുന്ന മാതംഗമുനി അവളുടെ ഭൂതവും ഭാവിയും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചോദിച്ചു, എന്തിനാണ് ഇവളെ നാടുകടത്തുന്നത്? അതിന് മാത്രമുള്ള തെറ്റ് എന്താണിവൾ ചെയ്തിരിക്കുന്നത്? മാതംഗമുനിയുടെ ആശ്രമത്തിൽ വാഴുന്ന ആശ്രമവാസികൾക്ക് അതിന് മറുപടി ഒന്നും ഉണ്ടായില്ല. ഇവൾ ഈ ആശ്രമത്തിൽ അവൾക്കിഷ്ടമുള്ളിടത്തോളം കാലം ഇവിടെ ജീവിച്ചു കൊള്ളട്ടെ. അങ്ങനെയുള്ള ഋഷീശ്വരന്റെ വാക്കുകൾ കേട്ടപാടെ മഹിഷി കാൽപാദങ്ങളിൽ വീണു നമസ്കരിച്ചു. മാതംഗമുനി പറഞ്ഞു, എഴുന്നേൽക്കൂ വത്സേ. ഭഗവാൻ വിഷ്ണുമായുടെ അനുഗ്രഹത്താൽ ശ്രീരാമദേവനെ കാത്തിരിക്കുന്ന മഹിഷിയല്ലേ നീ? ഇന്നു മുതൽ ശബരി എന്ന നാമത്തിൽ അറിയപ്പെടും. കാലാന്തരങ്ങളിൽ ഈ മല പോലും ശബരിമല എന്ന നാമത്തിൽ അറിയപ്പെടും. അങ്ങനെ ശബരി ശ്രീരാമന്റെ വരവിനെയും കാത്ത് മാതംഗ മുനിയുടെ ആശ്രമത്തിൽ കഴിഞ്ഞു. ശബരിയുടെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ത്രേതായുഗത്തിൽ ശ്രീരാമൻ ദേവനും ലക്ഷ്മണനും രാവണപാപ ഹൃദയയായ സീതാദേവിയെയും അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി ശബരിയുടെ ആശ്രമത്തിൽ വന്നെത്തി. അപ്രതീക്ഷിതമായ ശ്രീരാമദേവന്റെ ആഗമനത്തിൽ ശബരി അത്യാഹ്ലാദവതിയായി. ഭക്തിയുടെ നിഷ്കളങ്കത ശബരിയിൽ വളരെ പ്രകടമായിരുന്നു. അതുകൊണ്ടായിരിക്കാം ദിനങ്ങൾ തോറും ശ്രീരാമദേവനായി ഫലമൂലാദികൾ നിവേദിച്ചത്. പതിവിൽ കൂടുതൽ ഫലമൂലാദികൾ ശ്രീരാമദേവന് വേണ്ടി ശബരി കരുതി വെച്ച ദിവസം തന്നെയാണ് ശ്രീരാമദേവന്റെ ആഗമനം ഉണ്ടായത്. അതുകൊണ്ട് രുചികരമായ പഴങ്ങൾ ഏതാണെന്ന് ശബരി സ്വയം കടിച്ചു നോക്കിയിട്ടാണ് ശ്രീരാമദേവന് കൊടുത്തതും. ആ മഹാപ്രഭുവിൻ്റെ ശബരി കൊടുത്ത പഴങ്ങളെല്ലാം യാതൊരു സങ്കോചവും കൂടാതെ വാങ്ങി ഭുജിക്കുകയും ചെയ്തു. ഇതെല്ലാം കണ്ട് സംഭ്രമിച്ചു പോയ ലക്ഷ്മണനെ നോക്കി ശ്രീരാമദേവൻ പറഞ്ഞു, നോക്കൂ ലക്ഷ്മണ, ഇവളുടെ നിഷ്കളങ്കമായ ഭക്തിയുടെ വൈകല്യങ്ങൾ മാത്രമാണിത്. ഞാനിവളിൽ പൂർണ്ണ തൃപ്തനാണ്. അതുകേട്ട് ശബരി ശ്രീരാമദേവന്റെ പാദങ്ങളിൽ തൊട്ടു നമിച്ചു. അപ്പോൾ രാമദേവൻ പറഞ്ഞു, ശബരി, നിന്നിൽ ഞാൻ പരിപൂർണ തൃപ്തനാണ്. എങ്കിലും നീ ഇനിയും യുഗങ്ങൾ കാത്തിരിക്കേണ്ടി വരും. കലിയുഗത്തിൽ നീ വീണ്ടും മഹിഷിയായി ജന്മമെടുക്കും. ആ കാലഘട്ടത്തിൽ മഹാവിഷ്ണുമായുടെ അവതാരമാകുന്ന ശ്രീ ധർമ്മശാസ്താവ് നിന്നിൽ അവശേഷിക്കുന്ന ആസുരികതയെ നിഗ്രഹിക്കുകയും നിനക്ക് മോക്ഷപ്രാപ്തി തന്ന് ശബരിമലയിലെ മാളികപ്പുറത്തമ്മ ലോകമാതാവായി വാഴ്ത്തുകയും ചെയ്യും. നന്ദി, നമസ്കാരം. അധ്യായം 2 ഇവിടെ പരിപൂർണമാകുന്നു. തുടർന്ന് 3-ാം അധ്യായം നാളെ കേൾക്കുക.